കഴിഞ്ഞ ദിവസം കമന്റിൽ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു സുമതി വളവി കൊണ്ടുപോയിട്ടാണോ രണ്ടുപേർക്കും പനിയായി എന്ന്. അങ്ങനെയൊന്നും അല്ല. അമ്പൂട്ടനെ ആവി പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനകത്ത് പുക വരുമ്പോൾ അതിനകത്തോട്ട് മുഖം കൊണ്ട് അത് കഴിഞ്ഞ് മൃദുല ഏത്തക്കപ്പൊടിയും കൽക്കണ്ടൊക്കെ ഇട്ട് അമ്പൂട്ടൻ നല്ലൊരു കുറുക്കുണ്ടാക്കി. കുറച്ച് ഞാനും തിന്നു. അങ്ങനെ കുറുക്കൊക്കെ കുടിച്ച് മതോന്മത്തനായിട്ട് നമ്മളിരുന്ന് ബ്ലോഗ് അപ്രൂവ് ചെയ്യാണ് സാറ്. പനി വന്നതിൻ്റെ ക്ഷീണം എൻ്റെ മുഖത്ത് നന്നായിട്ടുണ്ട്. രാത്രി മീൻകറി കൂട്ടാനായിട്ട് ഒരു ആഗ്രഹം. നമ്മൾ വണ്ടി എടുത്ത് നേരെ ചന്തയിലോട്ട് പോയി. പണ്ടുമായിട്ട് വീട്ടിൽ നിന്ന് ചന്തയിൽ മീൻ വാങ്ങാൻ പോകുമ്പോൾ കിട്ടുന്ന ഒരു ക്ലാസ്സാണ്, നിങ്ങൾ നല്ലത് നോക്കി വാങ്ങണം, നിങ്ങൾ കൊച്ചു പിള്ളേരായിട്ട് നിങ്ങളെ പറ്റിക്കും എന്നുള്ളൊരു ക്ലാസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഞണ്ടും വാങ്ങി, പിന്നെ അയലയും വാങ്ങി. ഞണ്ട് വൃത്തിയാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ പിന്നെ അയല വെക്കാം എന്ന് വിചാരിച്ചു. ഞണ്ട് നേരെ ഫ്രിഡ്ജിൽ കയറ്റി. എനിക്ക് മീനിൻ്റെ പരിപാടികളൊന്നും എനിക്ക് അത്ര വശമില്ല കേട്ടോ. ചിക്കനാണെങ്കിൽ നമുക്ക് കറിയൊക്കെ വെച്ചാൽ നമുക്ക് ഒരു കൈ നോക്കാം. ഞാൻ അപ്പുറത്ത് കുക്ക് ചെയ്യുന്നു, മൃദുലയുടെ പാത്രം കഴുകുന്നു, അമ്പൂട്ട ഇടയ്ക്കിടയ്ക്ക് ചവിട്ടി പാത്രം സിങ്കിനകത്തോട്ട് ഇടുന്നു. ഇതാണ് ഇപ്പോഴത്തെ പരിപാടി. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പനി ഉണ്ടെങ്കിൽ പിന്നെ അമ്മയുടെ ഒക്കത്ത് നിന്ന് അമ്പൂട്ട ഇറങ്ങാറില്ല. എല്ലാവരും മീൻകറി വെക്കുന്ന സ്റ്റൈലിൽ നിന്നും മാറ്റിപ്പിടിക്കാന്ന് വിചാരിച്ചോട്ടോ. മാറ്റിപ്പിടിക്കുന്ന വേറൊന്നും കാര്യമില്ല, എനിക്ക് അല്ലാത്ത രീതിയിൽ മീൻകറി വയ്ക്കാൻ അറിയത്തില്ല. അങ്ങനെ അരി അടുപ്പത്ത് വെച്ച് നമ്മൾ മസാലയൊക്കെ ആക്കി സെറ്റാക്കിയതിന് ശേഷം നമ്മൾ മിക്സിയിൽ വെച്ച് അരച്ച് നമ്മൾ അരപ്പ് സെറ്റാക്കി. എന്നിട്ട് പുളിയും ഒക്കെ സാധനം ഇട്ടിട്ട് നമ്മൾ ഗ്രേവി സെറ്റാക്കിയതിന് ശേഷം ഫ്രൈ ചെയ്ത മീൻ മെല്ലെ എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. മീൻ ഇട്ടാൽ പിന്നെ ഇളക്കാനും ഒന്നും നിൽക്കരുത്. അത്രേ ഉള്ളൂ പരിപാടി കഴിഞ്ഞ കേട്ടോ. സിമ്പിൾ. ഇപ്പം മീൻ കറിയാണോ മീൻ മസാലയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സാധനം നല്ല തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ട് അത് നമ്മൾ ബസുമതി റൈസിൻ്റെ കൂടെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. മൃദുല ആ സമയത്ത് പയറ് തോരനും വെച്ചായിരുന്നേ. അടിപൊളി മീൻകറി ഗൈസ്, നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. നമുക്കറിയാത്തൊരു സാധനം വെച്ച് അടിപൊളിയാകുമ്പോൾ ഒരു പ്രൗഡ് ഫീലാണ് സുഹൃത്തുക്കൾ. അമ്മോട് തന്നെ മീൻ വറച്ചെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മൃദുലേക്ക് പിന്നെ രുചിയില്ല, മണമില്ല, ഒന്നുമില്ല. പനിയായിട്ട് മീൻകറിക്ക് ഒരു വികാരം ഇല്ലെന്ന് അവള് പറയുന്നത്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.